ആളുകൾക്കുള്ള സംശയമാണ് ഇതിന് സ്ട്രെങ്ത് ഉണ്ടോ എന്നുള്ളത്. മഡ് ബ്രിക്സ് അല്ലേ, അപ്പോൾ അതിൽ സ്ട്രെങ്ത് ഉണ്ടോ? ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പം അതിൻ്റെ ലോഡ് ബെയറിംഗ് അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് 7.5 അബവ് ഉണ്ട്, 8 അബവ് വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്. ഗവൺമെൻറ് നോംസ് പ്രകാരം 3.5 ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ കംപ്രസീവ് സ്ട്രെങ്ത് മതി. അപ്പം സ്ട്രെങ്ത്തിൻ്റെ കേസ് പല ആൾക്കും സംശയമുണ്ട്, 2 നില പണിയാൻ പറ്റുമോ, 3 നില പണിയാൻ പറ്റുമോ? മിനിമം 2 നില എല്ലാവരും പണിയുന്നത്. 3 നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രിക്ക് വെച്ച് ആൾക്കാർ അങ്ങനെ കമ്പാരിറ്റീവ് പണി. 3-ാം നിലയെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെയർ റൂം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മേളിൽ വരുന്നത്. എൻ്റെ പേര് സിജു കെ പീറ്റർ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് സിയോൺ എം ബ്രിക്സ് എന്നാണ്. ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്ത് കിഴക്കമ്പലം ജംഗ്ഷനിൽ നിന്ന് ഒരു അപ്രോക്സിമേറ്റ് 1.5 കിലോമീറ്റർ മൂവാറ്റുപുഴ റൂട്ട്, അവിടെയാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ എവിടെ നിന്ന് നമുക്ക് ഓർഡർ വന്നാലും നമ്മളത് സൈറ്റിലെത്തിക്കാനുള്ള ഫെസിലിറ്റിയും അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ പ്രൊഡക്ഷൻ വോളിയം നമ്മളുടെ കയ്യിലുണ്ട്. അപ്പോൾ നമുക്ക് ഷോർട്ടേജ് വരില്ല. നമുക്ക് 3-4 യൂണിറ്റ് ഉണ്ട്. ഇത് കൂടാതെ വേറെ സ്ഥലത്ത് യൂണിറ്റുകളുണ്ട്. എവിടെയെങ്കിലും പണി തുടങ്ങിയിട്ട് പിന്നെ കട്ട സപ്ലൈ ചെയ്യാൻ സാധിക്കാതെ ഷോർട്ടേജ് വരുന്ന ഒരു സിറ്റുവേഷനും നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. അതാണ് നമ്മളുടെ മെയിൻ അഡ്വാൻറ്റേജ്. കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് നമ്മളുടെ 35 രൂപയാണ് ഒരു കട്ടയുടെ പ്രൈസ്. സൈറ്റിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കും, പ്ലസ് GST കൂടെ വരും, ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസിങ്. മഡ് ബ്രിക്സിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ മിക്സിംഗ് ആണ്. അതായത് സിമെൻറ്റ് സോയിലും തമ്മിൽ ആ മിക്സർ മെഷീനിൽ നന്നായിട്ട് മിക്സ് ആവുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ആദ്യം അഷ്യൂർ ചെയ്യേണ്ടത്. അപ്പം പ്ലസ് വാട്ടറിങ്ങും കറക്റ്റ് അളവിൽ തന്നെ വെള്ളവും യൂസ് ചെയ്താലേ അതിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ ക്യൂറിങ് പീരീഡ് ഉണ്ടല്ലോ. നമ്മൾ ആ ഒരു 5 ദിവസം നമ്മൾ നന്നായിട്ട് നനയ്ക്കണം. 1 വീക്ക് നനക്കുക, ഒരു 1 വീക്ക് വെയിറ്റിംഗ്. അപ്പോൾ 2 വീക്സ് കഴിഞ്ഞാലേ ഇതിൻ്റെ ഒറിജിനൽ സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. പ്ലാസ്റ്ററിങ്ങിൽ പല കസ്റ്റമേഴ്സും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, പ്ലാസ്റ്ററിങ് പിടിക്കുമെന്നുള്ളത്. 100% പിടിക്കുമെന്നുള്ളതാണ് നമ്മുടെ അതിനുള്ള ആൻസർ. അത് നമ്മളിപ്പോൾ ലൈവായിട്ട് ഇത് പ്ലാസ്റ്റർ ചെയ്ത് കാണിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ നമുക്കുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഗ്രൗട്ട് നമ്മൾ ഇതിലോട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മളിത് പ്ലാസ്റ്റർ ചെയ്യുവാണ്. നമ്മൾ മോട്ടോർ ഇതിൽ അടിച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിന് ശേഷം നമ്മൾ കൽപ്പാണി പറഞ്ഞ സാധനം ഇത് വെച്ചിട്ട് നമ്മൾ ഫിനിഷ് ചെയ്യും. കേരളത്തിൽ എവിടെ നിന്ന് നമുക്ക് ഓർഡർ വന്നാലും നമ്മളത് സൈറ്റിലെത്തിക്കാനുള്ള ഫെസിലിറ്റിയും അതിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ പ്രൊഡക്ഷൻ വോളിയം നമ്മളുടെ കയ്യിലുണ്ട്.